COP3C. നമ്മുടെ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു കാര്യം കുറവുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന് കുറ്റം പറയാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ആശുപത്രി പരാതി പറഞ്ഞ് ആരെങ്കിലും നന്നാക്കിയിട്ടുണ്ടോ എന്നും ഡൗട്ടുണ്ട്. കാരണം കഴിഞ്ഞ 25 കൊല്ലമായി ആശുപത്രിയുടെ ഉയർച്ച താഴ്ചകളെ നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ചില ഹോസ്പിറ്റലൊക്കെ വളരെ ചെറുതായിരിക്കും കേട്ടോ. അത് സ്റ്റാഫുകൾ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. കൃത്യമായി വേണ്ടുന്ന കാര്യങ്ങളെ മാനേജ്മെൻറ്റിനെ അഡ്വൈസ് ചെയ്ത് അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി അതവിടെ എത്തിച്ച് അത് പേഷ്യൻറ്റിന് ഉപകരിക്കപ്പെടത്തക്ക വിധത്തിൽ അവർ ഉപയോഗിക്കും. ചില ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാം, ഒരുപാട് കാര്യങ്ങൾക്ക് ധാരാളിത്തം ഉണ്ടാവും, ഒന്നും പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല, ഒന്നും കൃത്യമായി സമയത്തുണ്ടാവില്ല ഉപയോഗിക്കാനായിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതല്ല, അത് കൃത്യമായ അളവിൽ ആവശ്യത്തിന് ഉപകരിക്കുന്നുണ്ടോ എന്നതാണ്. ആംബുലൻസുകളെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് AS 125 അനുസരിച്ച് ക്ലാസിഫൈഡ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആംബുലൻസുകളെ നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള നോളജ് വേണം. കാറ്റഗറൈസേഷൻ ഉണ്ട്. കാറ്റഗറി A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ആംബുലൻസുകളിൽ ഓരോന്നിലും ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റീസിനെ കുറിച്ച് കൃത്യമായും സ്റ്റാൻഡേർഡ് ഉണ്ട്. നാഷണൽ ആംബുലൻസ് കോഡുണ്ട്. അതനുസരിച്ച് ഓരോ ആംബുലൻസിനെയും നമ്മൾ ആവശ്യത്തിന് സെലക്ട് ചെയ്യണം. സാധാരണഗതിയിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള വാലിഡ് സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് നമ്മുടെ ആംബുലൻസിന് നമ്മൾ കൃത്യമായി വേരിഫൈ ചെയ്തിരിക്കണം. അല്ലെ നമ്മൾ പുറത്തുനിന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് വേരിഫൈ ചെയ്തിരിക്കണം. ആംബുലൻസിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇൻഷുറൻസ് ഉള്ളതാണോ ഈ വെഹിക്കിൾ, അതോ ഏതെങ്കിലും ഒരു പാട്ട തട്ടിക്കൂട്ടിക്കൊണ്ട് വന്നതാണോ, ഇത് നമ്മൾ അറിയണം. എന്നിട്ട് ആ ആംബുലൻസിൻ്റെ സപ്പോർട്ട് നമ്മൾ എടുക്കാവൂ. അതുപോലെ തന്നെ ക്ലാസ് ഡി ആംബുലൻസ് എന്ന് പറഞ്ഞ് എത്തുന്ന ആംബുലൻസിൽ, ക്ലാസ് ഡി ആംബുലൻസിൽ എന്തെല്ലാം എത്ര ക്വാണ്ടിറ്റി ഉണ്ടാകണമെന്ന് കൃത്യമായി ചാർട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ചോദിച്ചോളൂ, ഗ്രേപ്സിൽ നിന്ന് നിങ്ങൾക്കത് തരാം. നമ്മുടെ വൊക്കാബുലറിയിൽ അത് ആഡഡ് ആണ്. സോ കൃത്യമായും നമ്മളുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ആംബുലൻസുകൾ ആംബുലൻസ് കോഡ് അനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിനകത്ത് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പീഡിയാട്രിക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതിന് സംവിധാനം ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൽ പീഡിയാട്രിക് പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് അവിടെ സംവിധാനങ്ങളുണ്ടായിരിക്കണം. അത് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്ക് ആ ഒരു ധാരണ തരുന്ന ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് COP3C. ദ ആംബുലൻസ് ഈസ് ഫിറ്റ് ഫോർ പർപ്പസ് ആൻഡ് ഈസ് അപ്രോപ്രിയേറ്റ്ലി എക്വിപ്ഡ്. വളരെ കൃത്യമായും സ്കോപ്പ് ഓഫ് ദ സർവീസസ്, നമ്മുടെ ഓർഗനൈസേഷൻ കാർഡിയോളജി സ്പെഷ്യലൈസ്ഡ് ആണ് എങ്കിൽ നമുക്കറിയാം ഒരു മോണിറ്റർ സംവിധാനം എന്തെല്ലാം അവിടെ അറേഞ്ച്ഡ് ആയിരിക്കണം എന്നുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുന്നത് പോലെ തന്നെ എക്വിപ്ഡ് ആയിരിക്കണം നമ്മുടെ ആംബുലൻസ്. സോ COP3C ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്.